നമസ്കാരം. ഇപ്പോൾ നമ്മുടെ നാട്ടില് വൺ ഇന്ത്യ വൺ പെൻഷൻ അല്ലെ, അങ്ങനെ ഒരാശയവുമായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉന്നമനമായി ചിന്തിക്കുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ ആശയവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ആശയത്തെ വളരെ നിരുപാധികം എതിർക്കുന്നവരുമുണ്ട്. എതിർക്കുന്നവർ അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ വല്ല ഗുണങ്ങളും നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയും ഭീതിയും, അവരുടെ സുഖസൗകര്യങ്ങൾ കുറഞ്ഞു പോകുമോ എന്നുള്ള ഭീതി, അത് തന്നെയാണ് ഇതിന്റെ കാരണം. പക്ഷേ ഞാനൊരു നേഴ്സാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു വളരെ ദ്വീപസമൂഹങ്ങളടങ്ങിയ വളരെ ചെറിയ രാജ്യമാണ്. ഈ രാജ്യം വളരെയധികം പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ 1 കിലോ പഞ്ചസാരയ്ക്ക് 44 രൂപ അല്ലെങ്കിൽ 40 രൂപ കൊടുക്കണമെങ്കിൽ അതേ സാധനം ഇവിടെ നമ്മുടെ ഇന്ത്യൻ മണിക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 22 രൂപയ്ക്ക് അകത്ത് കിട്ടും. ഈ രാജ്യത്തേക്ക് പഞ്ചസാരയും അരിയും ഫ്രീ ആയിട്ട് ഇറക്കുമതി ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. അതുപോലെ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ദരിദ്രമെന്ന് പറയുന്ന ഈ രാജ്യത്ത്, ഞാനിത് ഉദാഹരണം ഇത് പറയാനുള്ള കാരണം, ഈ രാജ്യത്ത് ഇത്രയും ദരിദ്രമെന്ന് പറയപ്പെടുന്ന അല്ലെ മറ്റുള്ളവരാൽ സഹായങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ഈ രാജ്യത്ത് ഇവിടുത്തെ 65 വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഗവൺമെന്റ് ജോലി ഉള്ളവരായാലും ശരി, ഇവിടുത്തെ റുപ്യ കണക്ക് പ്രകാരം 5000 റുപ്യ അവർക്ക് പെൻഷനായി ലഭിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ 10,000 റുപ്യ. ഈ 10,000 റുപ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണിയായ ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് വരും. അതായത് ഒരു വ്യക്തിക്ക് അറൌണ്ട് ഒരു 22,500 രൂപയ്ക്ക് പുറത്ത് അവർക്കൊരു മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിക്കുന്ന, ദാരിദ്ര്യരേഖയ്ക്കും താഴെയെന്ന് പറയുന്ന അല്ലെങ്കിൽ വികസനങ്ങൾ ഒട്ടും ലഭിക്കാത്ത ഒരു രാജ്യത്താണ് ഇത് ലഭിക്കുന്നത്. അതാണ് പ്രത്യേകത. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത്രയും സമ്പന്നമായ നമ്മുടെ രാജ്യം, മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് നമ്മൾ ഇത്രയും മഹത്തായ നമ്മുടെ ഭാരതം, നമ്മൾ ഇത്രയും അഭിമാനിക്കുന്ന നമ്മുടെ ഭാരതത്തില് നമുക്ക് കിട്ടുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് ലഭിക്കുന്നത് എന്താണ്? വെറും തുച്ഛമായ പെൻഷൻ. അത് വാർദ്ധക്യകാല പെൻഷനോ കാർഷിക പെൻഷനോ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പെൻഷനോ എന്ന് പറഞ്ഞിട്ട് തുച്ഛമായ 600 രൂപ 1300 രൂപ വരെയുള്ള തുകകൾ കിട്ടുന്നുണ്ട്. ഇത് ഉചിതമാണോ? ഇത് നമുക്ക് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പല സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലും പ്രായം ചെന്നവരെ നോക്കാൻ മക്കൾക്ക് ബുദ്ധിമുട്ടാണ്. അവർ വഴിയോരങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഈ മക്കൾക്കും സാമ്പത്തികമില്ല. അവരുടെ കാര്യങ്ങൾ പോലും നടന്നു പോകാൻ ബുദ്ധിമുട്ടുന്നിടത്ത് ഈ പ്രായം ചെന്ന പേരൻസിനെ നോക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ആശയം, അത് ഏറ്റവും ഉചിതമായ ഒരു ആശയമാണ്. നമ്മളിപ്പോ മറ്റുള്ളവര് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ അവരെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പെൻഷനോടുള്ള ആശങ്ക കൊണ്ടോ അല്ല. പക്ഷെ നല്ല ഒരു നമ്മുടെ സർക്കാരിന് കിട്ടുന്ന വരുമാനം അതുപോലെ ഈ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു വിഹിതം, കാരണം എല്ലാവരും മനുഷ്യരല്ലേ. 60 വയസ്സ് കഴിഞ്ഞാൽ 65 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ആവശ്യം ഒന്നേ ഉള്ളൂ. അവർക്ക് സ്വസ്ഥമായ ഒരു ഇരിപ്പിടം, ആവശ്യത്തിന് ആഹാരം, അവർക്ക് വേണ്ടുന്ന മരുന്ന്, അവർക്ക് വേണ്ടുന്ന സംരക്ഷണം, ഇതല്ലേ വേണ്ടുന്നത്. അത് മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ ഗവൺമെന്റ് റിട്ടയർഡ് ആയ ആൾക്കാർക്ക് മാത്രമാണോ? പൊളിറ്റിക്സിൽ വർക്ക് ചെയ്ത് മാസം പെൻഷൻ പോലെ മേടിക്കുന്നവർക്ക് മാത്രമാണോ വേണ്ടുന്നത്? ഈ ആവശ്യങ്ങൾ എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഈ മെസ്സേജ് കാണുന്നവർ അല്ലെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തോട് യോജിക്കുന്നവര് മറ്റുള്ളവരെ കൂടി ഇത് പറഞ്ഞ് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കി, ഈവൻ നമ്മൾ ഈ പറയുന്ന രാജ്യത്ത് കിട്ടുന്ന അതേ അവകാശങ്ങൾ അതിനേക്കാൾ ഏറെ നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ പറ്റും. ശരിയാണ്, നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ കൂടുതലാണ്. പക്ഷെ അതുപോലെ നമുക്ക് സമ്പദ്ഘടനയ്ക്കുള്ള സോഴ്സ് ഉണ്ട്. അത് കണ്ടെത്തി അതിനെ വേണ്ട വിധം വിനിയോഗിക്കാൻ നമ്മുടെ സർക്കാർ മുന്നിട്ടിറങ്ങണം. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സംഘടിച്ച് അതിനു വേണ്ടി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എന്റെയും അഭിപ്രായം. ഇതിനോട് എല്ലാവരും യോജിക്കുമെന്ന് ഞാനും കരുതുന്നു. നന്ദി, നമസ്കാരം.